ഫസ്റ്റത്തെ അടി എന്നെ അടിച്ചപ്പോൾ ഞാൻ ഈ ബന്ധം അവസാനിപ്പിക്കണമായിരുന്നു. എൻ്റെ ഭാഗത്ത് ഞാൻ ഇപ്പോഴത്തെ പെൺകുട്ടികളോട് ഞാൻ അതേ പറയുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അപ്പുറത്ത് കിടന്ന് വേറെ സ്ത്രീകളെ എന്നെ ആസ്വദിക്കുമ്പോൾ ഞാൻ കൊള്ളൂലാണ്ടാണ്. അപ്പോൾ എനിക്ക് മോഡലിംഗ് ചെയ്യുമ്പോൾ എൻ്റെ ഭംഗിയുള്ള ഫോട്ടോസ് കാണുമ്പോൾ ഞാൻ അടിപൊളിയാണ്, എനിക്ക് സ്വയം ഒരു സന്തോഷം കിട്ടിയിരുന്നു. മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു മോശം ഫീൽഡാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തനി നാട്ടുമ്പുറത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവർ നല്ലൊരു ജോലി കളഞ്ഞിട്ട് മോഡലിങ്ങിന് വേണ്ടി ഞാൻ നിൽക്കുകയാണ് എന്നൊരു ഇതായത്. മോഡലിങ്ങിന് വേണ്ടി ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിന് വരുമാനം വേണമായിരുന്നു. ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്കുള്ളേക്കാളും പ്രശ്നങ്ങളാണ് ഡിവോഴ്സ്ഡ് ആയ ഒരു സ്ത്രീക്ക്. ഇയാൾക്ക് ഞാൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഇമേജ് അത്ര നല്ലതായിരുന്നു. ഒരാൾക്ക് പോലും അറിയില്ല എന്നെ ഇങ്ങനെ തല്ലിയിരുന്നതോ ഒന്നും. കുറ്റം പറയാൻ പറ്റില്ല, സ്നേഹം എക്സ്ട്രീം ആകുമ്പോഴുള്ള പ്രശ്നമാണ്. കയ്യിലുള്ളത് 7000 രൂപയാണ് മാസം വരുമാനം. 4000 രൂപ റെൻറ്റും 3000 രൂപയ്ക്ക് ഞങ്ങൾ ജീവിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് 2 പുതപ്പ്, 2 പില്ലോ, ഒരു പുല്ലുവായ. ഈ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 150 ഗ്രാം ഗോൾഡ് അടിച്ചു. എൻ്റെ ഹസ്ബൻഡ് കള്ളൻ്റെ മക്കളായിട്ട് എൻ്റെ മക്കൾ വളരെ ഉണ്ടാവും. ഞാനൊരിക്കൽ ലീവിന് നാട്ടിൽ വരുമ്പോൾ എൻ്റെ മൂത്ത മോമൻ അമ്മ ഇനി പോകണ്ട, ഞാൻ കമ്മില്ല, അത് പറ്റുന്നില്ല. ഞാൻ റിസൈൻ ലെറ്റർ മെയിൽ അയച്ചു. ഒന്നും നോക്കിയില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് അവിടുന്ന് മാറി നിൽക്കാം, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ആവശ്യം. കാരണം ഡിവോഴ്സ് ചെയ്യാൻ ധൈര്യമില്ല. ആദ്യം നമുക്ക് ഡിവോഴ്സ്, എൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയാനുള്ള ധൈര്യമില്ല. കാരണം എൻ്റെ തറവാട്ടിലെ ആരും ഡിവോഴ്സ് ചെയ്തിട്ടില്ല ആ സമയത്ത്. അപ്പോൾ എനിക്കിത് പോയി പറയാൻ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ചീത്ത കേൾക്കുന്ന ഉറപ്പാണ്. അപ്പോൾ എനിക്കൊരു ജോലി വേണം കുറേ. കാരണം ഹസ്ബൻഡിന് സുഖമില്ലാത്തതല്ലേ, ഫ്രണ്ട്സിനറിയാം. അവർ പറഞ്ഞു ഞാൻ ദുബായി പോവാണ് ഫസ്റ്റ് 3 മാസം വിസിറ്റ് വിസയ്ക്ക് പോകണം, എനിക്ക് ജോബ് റെഡി ആയില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഖത്തർ പോയി. ഖത്തർ പോയിട്ട് എൻ്റെ ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്കറിയില്ല, എൻ്റെ ഹസ്ബൻഡിന് സ്വർണ്ണപ്പണിയായിരുന്നു. ഞാൻ പോയ സമയത്ത് ഈ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 150 ഗ്രാം ഗോൾഡ് അടിച്ചു മാറ്റി. ആരടിച്ചു മാറ്റി? എൻ്റെ ഹസ്ബൻഡ് അടിച്ചു മാറ്റിയപ്പോൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഓണറുടെ ഭാര്യ എന്നെ വിളിക്കുന്നത് വാട്സപ്പിൽ. ഞാൻ ആ സമയത്ത് ദുബായിലാണ്, ഖത്തറിൽ. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആളിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ നേരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു അസുഖമുള്ള ഒരാളുടെ മക്കളായിട്ട് എൻ്റെ മക്കളെ വളർത്താൻ എനിക്ക് ഒരു കുഴപ്പമില്ല. അസുഖം ഏത് മനുഷ്യനും വരുന്നതാണ്, എനിക്കും വരുന്നത്. കള്ളൻ്റെ മക്കളായിട്ട് എൻ്റെ മക്കൾ വളരണ്ട. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയാനുള്ള ഒരു വഴി ദൈവം തുറന്നിട്ട മാതിരിയാണ് ആളത് ചെയ്തത്. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനോട് എനിക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെ ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം കള്ളനാണ് അല്ലേ, ജോലി ചെയ്തിരുന്ന എവിടെ നിന്നാണെങ്കിലും മോഷിച്ച കള്ളൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ 2 ആൺകുട്ടികളാണ്, നിങ്ങളുടെ അച്ഛൻ കള്ളനാന്ന്, നിങ്ങളുടെ അച്ഛൻ ഒരു മാനസിക രോഗമുള്ള ഒരാളാണെന്ന് പറഞ്ഞ് എനിക്ക് ഒരു നാണക്കേടും ഇല്ല. അസുഖമാണ് ആ മനുഷ്യൻ്റെ, ആർക്കും എപ്പോഴും വരാവുന്നതാ. അതിന് മരുന്ന് കഴിക്കാത്ത കള്ള തെറ്റാണ്. പക്ഷേ ഇങ്ങനെ ഇത് അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു തെറ്റാണ്. എൻ്റെ വീട്ടുകാർക്ക് എന്നോട് കൂടെ നിൽക്കുന്നു പറയാൻ പിന്നെ വോയിസ് ഇല്ല. അപ്പോൾ ഓക്കെ ശരി വേണ്ടാന്ന് വെക്കാം എന്നുള്ള രീതിയിൽ ഡിവോഴ്സിനൊക്കെ കൊടുക്കാൻ അവരെല്ലാം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാനെല്ലാം ലീഗലി മൂവ് ചെയ്ത ഒരാളാണ്. പക്ഷേ ഞാൻ ഖത്തറിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രശ്നം എനിക്ക് മക്കളില്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല. മക്കൾക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അച്ഛനും അമ്മമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ ഇതാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുട്ടികൾക്ക് വേറെ ആരും ഇല്ല. എനിക്ക് ജോലി ചെയ്തിടത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ആകെ 1.5 വർഷം 1.25 വർഷമാണ് ഖത്തറിൽ ജോലി ചെയ്തത്. കാരണം എനിക്ക് കുട്ടികളില്ലാതെ വയ്യ. അപ്പം ഞാൻ ഒരിക്കൽ ലീവിന് നാട്ടിൽ വരുമ്പോൾ എൻ്റെ മൂത്ത മോമൻ അമ്മ ഇനി പോകണ്ട, ഞാൻ കമ്മില്ല, അത് പറ്റുന്നില്ല, ഞാൻ ലീവിന് വന്ന ആളാണ്. ഞാൻ റിസൈൻ ലെറ്റർ മെയിൽ അയച്ചു. ഒന്നും നോക്കിയില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആ സമയത്ത് സേവിങ്സ് ഇല്ല. ആകെ 1.5 കൊല്ലം ഗൾഫിൽ നിന്ന ഒരാളുടെ കയ്യിൽ എന്ത് സേവിങ്സ് ഉണ്ടാവാനാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ പോരും. അപ്പോൾ ഇത് മുഴുവൻ ഫ്ലൈറ്റ് ടിക്കറ്റിനും പോവും. പിന്നെ വരുമ്പോൾ മക്കൾക്ക് മിഠായി കൊണ്ടുവരാൻ തന്നെ എൻ്റെ കയ്യിലെ പൈസ കറക്റ്റാണ്. അപ്പോൾ ഈ ജോലി വിട്ട് ഞാൻ മെയിൽ അയച്ചു കഴിയുമ്പോൾ ഞാൻ അന്ന് ഖത്തറിൽ ഈ നമ്മുടെ OLX ഒക്കെ മാതിരി ഒരു ആപ്പ് ഉണ്ട്. അതിൽ ഓരോ ആഡ് ഇടാം, നമുക്ക് ഓരോ കമ്പനികളുടെ ആഡ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. ഇട്ടിട്ട് ഈ ആഡ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്മീഷൻ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ജോലി അല്ലാതെ പാർട്ട് ടൈമായിട്ട് ഇതും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ആക്കി തന്നതാണ്. അപ്പോൾ ഇതിലെനിക്ക് മാസം 7000 രൂപ കിട്ടും. അത് ഞാൻ ഖത്തർ ടൈം, ഇന്ത്യയിൽ ഇരുന്നിട്ട് ഖത്തർ ടൈം കണക്കാക്കിയിട്ട് ആഡ് ഇടണം. ടൈം വ്യത്യാസം ഉണ്ടല്ലോ. 100 ആഡ് ഇട്ടാൽ നമുക്കൊരു 1 ആഡോ 2 ആഡോ ഇതിൽ അപ്രൂവലായി കിട്ടും. എനിക്ക് ആകെയുള്ള ജോലി നാട്ടിൽ വന്ന ഇതാണ്. മാസം 7000 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ ആ സമയത്ത് മോഡലിംഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് 1 രൂപ പോലും അതിന് വരുമാനമില്ല. ഞാൻ എൻ്റെ സന്തോഷത്തിന്, കാരണം എൻ്റെ ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അപ്പുറത്ത് കിടന്ന് വേറെ സ്ത്രീകളെ എന്നെ ആസ്വദിക്കുമ്പോൾ ഞാൻ കൊള്ളൂലാണ്ടാണ് അത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് മോഡലിംഗ് ചെയ്യുമ്പോൾ എൻ്റെ ഭംഗിയുള്ള ഫോട്ടോസ് കാണുമ്പോൾ ഞാൻ അടിപൊളിയാണ്, എനിക്ക് സ്വയം ഒരു സന്തോഷം കിട്ടിയിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്ത എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും അറിയാം എനിക്ക് പേയ്മെൻറ്റ് തന്നിട്ട് ചെയ്തവർ. ഞാൻ 1 or 2 വർക്ക് മാത്രമാണ് വിത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഷൂട്ടിന് പോകുമ്പോൾ എല്ലാം എൻ്റെ മൂത്ത മോൻ എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഇവനെയും തൂക്കിയിട്ടാണ് എല്ലായിടത്തേക്കും പോകുന്നത്. കാരണം എനിക്കറിയാം മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു മോശം ഫീൽഡാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തനി നാട്ടുമ്പുറത്തെ ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് സെപ്പറേറ്റഡ്.
നമ്മളൊരു ലിപ്സ്റ്റിക് ഇട്ടാൽ, ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടാൽ, മുടിയൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്കുള്ളേക്കാളും പ്രശ്നങ്ങളാണ് ഡിവോഴ്സ്ഡ് ആയ ഒരു സ്ത്രീക്ക്, സെപ്പറേറ്റ് ആയ ഒരു സ്ത്രീക്ക്. കാരണം അവൾക്ക് അവനെ വേണ്ടാണ്ട് അവള് പോകുന്നതാണ്, പോരാതെ എന്തോ അവളുടെ പ്രശ്നം കൊണ്ടാണ്, അവൾക്ക് വേറെ ഓരോ ഉണ്ട്. അത് പറയുന്നതാണ് കുറെ കൂടെ സന്തോഷം. അതെ, അത് അതായത് ഇപ്പൊ തന്നെ നമ്മൾ ആ കുടുംബ ദമ്പതികളുടെ കേസിൽ പോലും ഭാര്യയും ഭർത്താവും പരസ്പരം അലക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അതായത് അവൾക്ക് പണ്ടൊരു കാമുകനുണ്ട്. അതായത് പൊതുസമൂഹത്തിൽ ഇത് പറഞ്ഞാൽ പെട്ടെന്ന് സ്ത്രീയെ മോശമാക്കാൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ, അവൾക്ക് പണ്ട് തൊട്ടേ ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇന്നലെ ഉണ്ടായ കാമുകനല്ലല്ലോ. ഇയാൾ എന്തുകൊണ്ട് ഇത്ര നാൾ ആ സ്ത്രീയുടെ കൂടെ ജീവിച്ചു? പണ്ട് തൊട്ടുണ്ടായിരുന്നെങ്കിൽ ശരണ്യയുടെ പാർട്ട്ണറിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ശരണ്യ നിൽക്കുമോ പിന്നെ അയാളുടെ കൂടെ? ഈ അവസ്ഥയിൽ നിൽക്കില്ലല്ലോ. അപ്പൊ ഇയാള് പറയുന്നത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ഞാൻ നിൽക്കില്ല. എൻ്റെ അപ്പുറത്ത് പല സ്ത്രീകളും ഭർത്താവിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ് ഉണ്ടാകുമ്പോൾ അവർ നിൽക്കണതിന് കാരണം എനിക്കറിയാം, നിൽക്കുന്നവരെ പേഴ്സണലി അറിയാം. അതിന് കാരണം വേറെ ഒന്നുമല്ല, വേറെ നിവൃത്തി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും ഭയങ്കര. അത് നമുക്ക് അറിയാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ അത് മണ്ടത്തരാ. നമുക്ക് ഇഷ്ടം പോലെ ജോലി കിട്ടാൻ ഓപ്ഷനുള്ള ഒരു സമയത്താണ് ഇപ്പൊ നമ്മളുള്ള, അല്ലേ? അത് ചിലവർ ആ വ്യക്തികളിൽ ഭയങ്കര അഡിക്റ്റ്. അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ അറിയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞില്ലേ, അവളുടെ കാര്യം അതാണ്. അവൾ ആ വ്യക്തിയിൽ ഭയങ്കര അഡിക്റ്റ് ആണ്. അവൾക്ക് അയാളില്ലാതെ പറ്റില്ല. അത് കുറ്റം പറയാൻ പറ്റില്ല. സ്നേഹം എക്സ്ട്രീം ആവുമ്പോഴുള്ള പ്രശ്നമാണ്. അതെ, ഓരോരുത്തരും ഓരോ മനുഷ്യരാണ്. അപ്പൊ നമുക്ക് നമ്മൾ വിചാരിക്കും വേണ്ടാന്ന് വെച്ചാൽ പോകുന്നൂടെ എന്ന് നമ്മൾ ചിന്തിക്കും. ചിലർക്ക് ആ പോരല്ല അത്ര എളുപ്പമല്ല. അതുകൊണ്ടും കൂടിയാണ് ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ ഈ പോകുന്ന ശേഷം എനിക്ക് കുട്ടികളില്ലാതെ നിൽക്കാൻ പറ്റാതെയായിട്ടാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്ത് പോകുന്നത്. എൻ്റെ കയ്യിലുള്ള വരുമാനം മാസം 7,000 രൂപയാണ്. അപ്പോൾ എൻ്റെ മക്കള് ഞാനും വീട്ടിലൊരു ബാധ്യതയായി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞു, അച്ഛനും അമ്മയും വയസ്സായവരാണ്. അപ്പോൾ ഇവരുടെ വിചാരം ഞാനൊരു നല്ലൊരു ജോലി കളഞ്ഞു വീട്ടിൽ നിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്ന എൻ്റെ മക്കളില്ലാണ്ട് എനിക്ക് നിൽക്കാൻ പറ്റാണ്ടാണ്. എൻ്റെ ഇമോഷൻസിന് അവിടെ വാല്യൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ നല്ലൊരു ജോലി കളഞ്ഞിട്ട് മോഡലിങ്ങിന് വേണ്ടി ഞാൻ നിൽക്കുകയാണ് എന്നൊരു ഇതായത്. മോഡലിങ്ങിന് വേണ്ടി ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിന് വരുമാനം വേണമായിരുന്നു. എനിക്കത് വരുമാനം ഇല്ല, പിന്നെ ഞാൻ എന്തിനാ അതിന് വേണ്ടി നിൽക്കണേ? അത് മനസ്സിലാവുന്ന ഒരു സമൂഹത്തിലല്ലായിരുന്നു. മനസ്സിലാവും നമുക്കത്. അപ്പോൾ ഞാൻ വീട്ടിൽ പ്രശ്നങ്ങളായപ്പോൾ ഞാൻ വേറെ ഫ്ലാറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു മുറിയും അടുക്കളയൊക്കെ എടുത്ത് കുട്ടികളെയും കൂട്ടി മാറുകയാണ്. കയ്യിലുള്ളത് 7,000 രൂപയാണ് മാസം വരുമാനം. അതും നാട്ടിലിരുന്നിട്ട് ആഡ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആഡ് അപ്രൂവ് ആയാൽ കിട്ടുന്ന ഒരു ജോലി. 4,000 രൂപ റെൻറ്റും 3,000 രൂപയ്ക്ക് ഞങ്ങൾ ജീവിക്കുകയാണ് അവിടുന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു പുതപ്പ്, 2 പുതപ്പ്, ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന 2 പുതപ്പ്, 2 പില്ലോ, ഒരു പുല്ലുവായ, 2 പോലും ഇല്ല, ഒരു ഇൻഡക്ഷൻ സ്റ്റൗവ്, ചോറ് വയ്ക്കാനുള്ളൊരു കലം, ഒരു കിണ്ണങ്ങൾ, 3 കിണ്ണം, 3 ഗ്ലാസ്, 3 പേരല്ലേ. ഇതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എനിക്ക് ഇപ്പം ഞാൻ ഇന്ന് ഒരു ചമ്മന്തി അരച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക, ജീവിച്ചിട്ടുണ്ട് അങ്ങനെ, ഞങ്ങളല്ല പറയുന്നത്. ഇപ്പം എൻ്റെ കുട്ടികളെ വിളിച്ചിരുത്തി അറിയാം. ഇന്നും ഞങ്ങൾ ഒന്നിന്ന് തുടങ്ങാതെ കാരണം ധൈര്യമുള്ളത് അതുകൊണ്ടാണ്. ഒരു മിഠായി പോലും എക്സ്ട്രാ വേണമെന്ന് രണ്ടും ചെറിയ കുട്ടികൾ ആ സമയത്ത് പറഞ്ഞിട്ടില്ല. അമ്മ ഞങ്ങൾക്ക് അത് വാങ്ങിത്തരൂ, ഇത് വാങ്ങിത്തരൂ, ഒന്നുമില്ല. ഞാൻ എന്താ കൊടുത്തത് അത് കഴിച്ച് എൻ്റെ കുട്ടികൾ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കൂട്ട് വേണം തോന്നിക്കണം. കാരണം എനിക്ക് പറ്റുന്നില്ല. സത്യമായിട്ട് തന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ 2 പേരും കൂടി ജോലി ചെയ്ത് മക്കളെ നോക്കുമ്പോൾ എനിക്ക് ആകെ ഉള്ളത് ഈ കുഞ്ഞു ജോലിയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു കൂട്ട് വേണം തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് ഫുൾ ടൈം സങ്കടമല്ലേ, വീട്ടുകാർക്ക് പോലും എന്നെ മനസ്സിലായില്ല എന്നുള്ളത്. ആ സമയത്ത് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചുണ്ടാക്കിയതാണ് റിലേഷൻഷിപ്പ് കേട്ടോ. സത്യം എനിക്ക് വേണം എന്ന് തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കിയ റിലേഷൻഷിപ്പാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ വന്നു പോയവർ ആരും എന്ന് ഞാൻ പറഞ്ഞു, ഈ പോയവർ എന്നുള്ള വാക്കിൽ ആൾക്കാർ കയറി പിടിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ റിലേഷൻഷിപ്പിൽ ആൾ ഒരിക്കൽ പോലും എൻ്റെ കുട്ടികളെ ആ കുട്ടികളുടെ അദ്ദേഹത്തിൻ്റെ അല്ലാണ്ട് ആൾ കണ്ടിട്ടില്ല. കുട്ടികളുടെ കേസിൽ ആൾ പക്കയായിരുന്നു. എനിക്ക് പറയാൻ ഓപ്പണായിട്ട് പറയാൻ ഒരു പ്രശ്നമില്ല. എൻ്റെ ലൈഫിൽ ഒരുപക്ഷെ എൻ്റെ മക്കൾക്ക് സ്നേഹം കൊടുത്തു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളതായിരുന്നു. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ മോഡലിംഗ് ചെയ്ത ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് താഴെ കമൻസ് വരും, പല കമൻസും വരും. ഒന്നുമില്ലെങ്കിൽ ഞാനത് ചെയ്യാതിരിക്കണം. ഈ കമൻസ് വരുന്നതിൻ്റെ അടിയിൽ അവരാരാണെന്ന് പോയി അവരുടെ പ്രൊഫൈല് പോയി തപ്പിപ്പിടിച്ച് അവരെ തെറി വിളിക്കുക, അവരെന്നെ ഈ കമൻസിൻ്റെ അടിയിൽ അവരെന്നെ മോശം രീതിയിൽ റിപ്ലൈ കൊടുക്കുക. ഇതായിരുന്നു ആളുടെ പ്രശ്നം. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് എന്നോട് ചോദിക്കണ അവനാരാ,
നീ അറിയാണ്ട് നിനക്ക് അവനിങ്ങനെ കമന്റ് ഇടില്ലല്ലോ. എനിക്ക് ചില സിനിമയിലെ ഡയലോഗ് പോലെ ഈ ലവ് വിട്ടത് അല്ല, നമ്മളൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ പറയുമ്പോഴേ അത് കണക്ട് ചെയ്യുന്നത് സിനിമയായിട്ടാ. നമുക്ക് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം, നമ്മൾ അത്രയും ലോയലായിട്ട് ഒരാളോട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. കാരണം നമ്മൾ ലോയൽ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് എനി ടൈം നമ്മുടെ പാസ്വേഡ് ആ വ്യക്തിക്ക് കൊടുക്കാം, ഒരു പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സംശയത്തിന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. നമ്മൾ സംശയിക്കുന്നില്ലല്ലോ. ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ ഇപ്പം ഈ ഡ്രസ്സ് എൻ്റെ മോൻ സെലക്ട് ചെയ്തതാന്ന് പറഞ്ഞില്ലേ, ഇതേപോലെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ നൈറ്റി ഒരെണ്ണം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വല്ലപ്പോഴല്ലേ എൻ്റെ അമ്മ വരുള്ളൂ. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ വരുമ്പോൾ ഞാനത് എടുത്തിടും. നൈറ്റി ഊരി വേണ്ട നൈറ്റി ഇട്ടിട്ട് ഇവിടെ നിൽക്കണ്ട, ഇഷ്ടമല്ല. എൻ്റെ ചെറിയ മോനെ നൈറ്റി ഇടുന്നത് ഇഷ്ടമല്ല. അമ്മ നൈറ്റി ഇടുക വയസ്സായവരുടെ പോലെയാണ് നൈറ്റി ഇടുന്നതെന്ന് പറയും. ഞാൻ നൈറ്റി അല്ലേ, ഒരു ഡ്രസ്സല്ലേ, അപ്പൊ വേണ്ട. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര അമ്മമാരൊക്കെ ഭയങ്കര ഫ്രീക്കായിട്ടിരിക്കണം. അവരെ പോലെ അവർക്ക് പറയാൻ പറ്റണം, അവർ കണക്റ്റഡ് ആവാൻ പറ്റണം. അതാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആൺകുട്ടികളെ നമ്മൾ കുറെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും ആൺകുട്ടികൾ അങ്ങനെ ആവാനുള്ള ഒരു 80% റീസൺ അവരുടെ അമ്മമാരാണ്. ഡെഫിനറ്റ്ലി. സത്യസന്ധമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ, ഇപ്പോൾ ഞാൻ അടിച്ചു വാരൊക്കെയാണെന്ന് വിചാരിക്കുക, വീട് അടിച്ചു വരുവാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ അനിയൻ അതിൽ കൂടെ കയറി പോകുമ്പോൾ ചൂലൊന്ന് കാലിലുണ്ട്. ആൺകുട്ടിയാണ്, അവൻ്റെ കാലിൽ ചൂലുകൾ. സത്യം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. എൻ്റെ അമ്മയ്ക്ക് എതിർക്കാൻ പറ്റില്ല, എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും എൻ്റെ അമ്മ പറയും, നിനക്ക് നല്ല മക്കളുള്ള കാരണം നിനക്ക് പകുതി പണി വീട്ടിൽ ചെയ്താൽ പോരെ. ഒരു സ്ത്രീയെ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂടെയുള്ള പാർട്ട്ണറെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാവണം നമ്മുടെ അമ്മമാരുടെയാണ്. അതെ. അത് മനസ്സിലാക്കാൻ പഠിപ്പിക്കാത്ത ഇടങ്ങളിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. നമ്മളെപ്പോഴും പറയും പുരുഷ കേന്ദ്രീകൃത സമൂഹമാണിതെന്ന് പറയുന്നതിന് ഒരു പ്രധാന കാരണം ഇവിടുത്തെ സ്ത്രീകൾ തന്നെയാണ്. ആക്കിയെടുക്കാൻ ചില അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അവർ കണ്ടു വളർന്നത്, അവർ ഇഞ്ചെക്ട് ചെയ്തത് ഇതാണ്. പക്ഷെ ഇവര് കണ്ടു വളരുന്നില്ലേ. ഇപ്പൊ ശരണ്യയുടെ അമ്മയാണെങ്കിലും എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും അവർ നമ്മളതിനൊന്ന് ഇവര് ഹെൽപ്പ് ചെയ്തെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലേ, ഒരു സവാള അരിഞ്ഞു തന്നൂടെ, അല്ലെങ്കിൽ ഒരു പാത്രം കഴുകി തന്നൂടെ എന്ന് എല്ലാ മനുഷ്യനും ചിന്തിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട് ചെയ്യിച്ചില്ല? അപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ആ സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മക്കളുടെ പാർട്ട്നേഴ്സിന് അത് കിട്ടണം. പിന്നെ ആകെ കൂടി ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ഇറച്ചിയൊക്കെ വീട്ടിൽ മേടിക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അത് ചെയ്തു കൊടുക്കും. ആകെ ഒരു പണി. എൻ്റെ വീട്ടിൽ ഇവിടെ ഞാൻ എൻ്റെ 2 മക്കളിൽ എൻ്റെ മൂത്ത മോന് 13 വയസ്സായിട്ടുള്ളൂ. തുണി ഞാൻ മടക്കി വെക്കില്ല. റൂമിൽ കൊണ്ടുപോയി കൊടുക്കും, മോന് കൊണ്ടു കൊടുക്കും, മടക്കി വെച്ചു. അവൻ്റെ റൂം, ഞാൻ മൂത്ത മോൻ്റെ റൂം ഞാൻ ക്ലീൻ ചെയ്യില്ല. അവൻ തന്നെ അടിച്ചു വരണം, അവൻ്റെ ബെഡ്ഷീറ്റ് അവൻ മാറ്റണം, തുടയ്ക്കണം, എല്ലാം. ബാത്റൂം ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കും. അത് ഫ്ലോറൊക്കെ അവൻ ചെയ്യും. പിന്നെ ആൾക്ക് കുറച്ച് ഈ OCDയുടെ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ പിന്നെ ഓക്കെ, കുഴപ്പമില്ല, അത്രയല്ലേ. ഒരു 5ാം ക്ലാസ് തൊട്ട് 2 പേരും സ്കൂളിൽ കൊണ്ടുപോയ പാത്രം ഞാൻ കഴുകിയിട്ടില്ല. അത് അവർ കഴുകി വെച്ചാൽ പിന്നെ ഞാൻ എടുത്ത് കഴുകും. കാരണം 5ൽ പഠിക്കുന്ന ഒരു കുട്ടി അത് കഴുകി എത്രത്തോളം വൃത്തിയാവും നമുക്കറിയാം. പക്ഷെ അത് അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഇപ്പോഴും ഞാനിവിടെ അടിച്ചു വരികയാണെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ തുടയ്ക്കും. പറ്റൂ. നമ്മളെ അതൊരു നല്ല പേരന്റിംഗ് എന്നും കൂടെയാണ് അതിന് പറയുന്നത്. ഭയങ്കര നിർബന്ധം. അത് പക്ഷെ എൻ്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള മെന്റാലിറ്റി അല്ല കേട്ടോ, അത് അവരുടെ ഡ്യൂട്ടിയാണ്. അല്ലാതെ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ചെയ്യല്ലേ, എനിക്ക് സിമ്പതി വേണ്ട. അവരും കൂടി ജീവിക്കുന്ന വീടാണ്, അവരുടെയും കൂടി ഡ്യൂട്ടിയാണ്, ചെയ്തേ പറ്റൂ. ഇപ്പം എൻ്റെ മക്കൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കാരണം അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാ, അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പാത്രം അവർ കഴുകിയിരിക്കണം. അവർ കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ പാത്രം ഞാൻ കഴുകും. വൈകുന്നേരം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്കും പാത്രം കഴുകാൻ മൂടില്ലെങ്കിൽ ഞാൻ ആ സിങ്കിൽ കൂട്ടിയിടും. പറയും, എടാ പാത്രം കഴുകി വെച്ച് കിടന്നേ പറ്റൂ. കാരണം അവരും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇല്ലേ, അവർ ജീവിക്കുന്ന വീടാണ്, അവർക്കുള്ള ഡ്യൂട്ടീസാണ് അതൊക്കെ, അല്ലാണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതാണ് പ്രശ്നം. നമ്മൾ ആണുങ്ങൾ പെണ്ണുങ്ങളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും പറയും ചേട്ടൻ വന്ന് എനിക്ക് അത് ഹെൽപ്പ് ചെയ്ത് തരും. അത് ആ വ്യക്തിയുടെയും കൂടി ഡ്യൂട്ടിയാണ്. അത് അറിഞ്ഞു വളർന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങളില്ല. അല്ല, ഇന്നത്തെ ഒരു സമൂഹത്തിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. കുഞ്ഞുങ്ങൾ കുറെ കൂടെ കമ്മിറ്റ്മെന്റ് ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഇമോഷണൽ കമ്മിറ്റ്മെന്റ് വേണം. അതാണ് നമ്മളെയൊക്കെ ബ്ലെയിം ആക്കുന്നത്. പക്ഷെ ബുദ്ധി വെച്ചിട്ട് ചിന്തിച്ചുകൊണ്ട് വേണം, ഹൃദയം കൊണ്ട്. അത് കുഞ്ഞുങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ 18 വയസ്സായ കൺമഷിയുടെ കുഞ്ഞിന് ഇത് ഇപ്പോഴാണ് 18, അന്ന് അവന് 15 അവൻ അന്ന് അത് മാനിപ്പുലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയത് അവൻ ബുദ്ധി വെച്ച് ചിന്തിക്കുന്നുണ്ടാ. നമ്മൾ ചിന്തിക്കുന്നത് ഇത് വേണം എന്നുള്ളതുകൊണ്ട് ആ പെയിൻ പിന്നെ സഹിക്കുന്ന. ആദ്യ പാർട്ട്ണർ നമ്മളൊരാളെ കൊണ്ടുവന്നു, നല്ല അടിപൊളിയാവുമെന്ന് വിചാരിച്ചു. ആ പാർട്ട്ണർ ഇതിങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി, തലവേദന,
ഇതും ഒഴിവാക്കണം. വീട്ടിലും അറിയാം. ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എൻ്റെ ലൈഫിൽ വന്ന ആരെയും ഞാനായിട്ട് ഒഴിവാക്കിയിട്ടില്ല. അവരായിട്ട് പോയത്. കാരണം അവർ പറയുന്നത് കേട്ട് ഞാൻ നിൽക്കില്ല എന്നുള്ള സ്റ്റാൻഡിൽ ഞാൻ നിന്നിട്ടുണ്ട്. കോംപ്രമൈസ് ചെയ്ത് ഞാൻ നിൽക്കില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ആദ്യം വന്ന ആളാണെങ്കിലും ഞാനിങ്ങനെയാണ്, ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ ഞാനത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ആൾക്ക് നിൽക്കാന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ നിൽക്കാം. അതല്ലാതെ അയ്യോ ഞാൻ മാറ്റാം, മോഡലിംഗ് ഒന്നും ചെയ്യില്ല, സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ കെട്ടിപ്പൊട്ടി വെക്കാം നിന്നാൽ മതി, ഇല്ല, എന്നെ അതിന് കിട്ടൂല. കാരണം ഞാൻ ഈ റെസ്ട്രിക്ഷൻസ് ഒന്നും ആ വ്യക്തിക്ക് വെക്കുന്നില്ല. പിന്നെ എനി ടൈം ആൾക്ക് എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാം. പിന്നെന്തിനാ, ഞാൻ തെറ്റ് ചെയ്താലല്ലേ ഞാൻ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, തെറ്റ് ചെയ്യുന്നവരെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അതേമാതിരി തന്നെയാണ് ഇപ്പം എൻ്റെ രണ്ടാമത് ബ്രേക്കപ്പ് ആയ റിലേഷൻഷിപ്പും. ഞാൻ എൻ്റെ മക്കൾ പറയുന്നതേ കേൾക്കുള്ളൂ, അത് മാത്രമേ കേൾക്കുള്ളൂ എന്നല്ല, അതിനെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുള്ളൂ. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം, അത് അയാൾക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ട് പോയി. അല്ലാതെ ഞാൻ ആരെയും എൻ്റെ ലൈഫിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല. അപ്പം ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ മാതിരി ബാഗ് തൂക്കിക്കോ ഇറങ്ങിക്കോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നല്ല പറയുന്നത്. എൻ്റെ മക്കളാണ് എനിക്ക് പ്രയോറിറ്റി. അവർ പറയുന്നത് കേട്ടിട്ടാണ് ഫസ്റ്റ് എനിക്ക് അതിനെ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുക. കാരണം ഇപ്പം അവർ പറയാണ് അമ്മ കള്ളു കുടിച്ചോ, ഇല്ലെങ്കിൽ അമ്മ ഇഷ്ടമുള്ള പോലെ നടന്നു, അങ്ങനെയല്ലല്ലോ, അതിനല്ലല്ലോ ഞാൻ പ്രയോറിറ്റി കൊടുത്തേ. അവർ പറയുന്നത് അമ്മമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ, അമ്മയുടെ കാര്യങ്ങൾ ചെയ്തു, അമ്മ ഹാപ്പി ആയിരുന്നു, യാത്രകൾ ചെയ്തു. കാരണം ഞാൻ ഈ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവുക അതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയാൽ ഒരുപാട് വലിയ ട്രാവലിംഗ് ഒന്നും ഇവർ സമ്മതിക്കില്ല, പേടിച്ചിട്ടാട്ടോ. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ, എവിടെയെങ്കിലും പോയി പെട്ടുപോയി എന്തെങ്കിലും പറ്റിപ്പോയാൽ അല്ലാതെ ലേഡീസ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ള മെന്റാലിറ്റി കൊണ്ടല്ല, അവർക്ക് പേടിയാണ്, അവർക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര കൺസേൺ ആണ് അല്ലേ. അപ്പോൾ ഞാൻ സിനിമയ്ക്കൊക്കെ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഒക്കെ ഞാൻ ഇവരോട് പറയുമ്പോൾ അമ്മ പോയിക്കോ അതിനെന്താ, പക്ഷെ എൻ്റെ പാർട്ട്ണർ എന്തിനൊക്കെ എല്ലാം ഒറ്റയ്ക്ക് എന്നുള്ള വിചാരമാണ് എന്ന് പറയും. പക്ഷെ എല്ലാ മനുഷ്യനും ഒരു ഒറ്റയ്ക്ക് സമയം വേണം അല്ലേ, ഒരു മീ ടൈം വേണ്ടേ, ഇല്ലേ? ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. ഞാൻ എല്ലാവർക്കും സ്പേസ് കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പോൾ ശരണ്യ ഒരു 10 മിനിറ്റ് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്ട്ഫുള്ളി ഞാനത് തരണം. തീർച്ചയായും അല്ലേ? പറഞ്ഞാൽ ചിരിക്കുമെന്ന് എനിക്കറിയില്ല. ലളിതാ സഹസ്രനാമം കേൾക്കുന്നതിന് എനിക്ക് ചീത്ത കേട്ടിട്ടുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ തൃപ്പൂണിത്തറ പൂർണ്ണത്രയേശൻ്റെ ഭയങ്കര ഭക്തയാണ്, ശിവഭക്തയാണ്. അപ്പം എനിക്ക് ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ ഞാൻ ആദ്യം എനിക്ക് എൻ്റെ പാർട്ട്ണറേനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വേറൊരാളേനെ അല്ല ഡിപ്പെൻഡ് ചെയ്യാൻ പോയത്, ദൈവത്തിനെയാണ്. ഇപ്പം എനിക്ക് എൻ്റെ പാർട്ട്ണറിൽ നിന്ന് കിട്ടാത്തതൊക്കെ ഞാൻ വേറൊരാണിൻ്റെ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് എന്നെ കുറ്റപ്പെടുത്താം അല്ലേ. ഞാൻ ലളിതാ സഹസ്രനാമം കേട്ടിട്ട് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും, അതൊക്കെ എൻ്റെ പേരിലുണ്ടായിരുന്നു ബ്ലെയിമുകൾ. ഇത് എൻ്റെ ഇഷ്ടമാണ്, ഞാനിത് ഹെഡ്സെറ്റിലാണ് വെക്കുന്നത്, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടല്ല. പിന്നെ അതുമാതിരി ഞാൻ വിളക്ക് വയ്ക്കുമ്പോൾ മണിയടിക്കും. ഇത് കേൾക്കണ ഒരാൾക്ക് ചിരി വരും, അതെനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണെങ്കിൽ അത് ചെയ്യല്ലേ ചെയ്യാൻ ഞാൻ അല്ലേ. ഞാൻ മന്ത്രവാദം ചെയ്യണമൊന്നുമില്ല, ഞാൻ എൻ്റെത് ഈ കുഞ്ഞു പൂജ റൂമിൽ വിളക്ക് വയ്ക്കും, കാലത്ത് എഴുന്നേറ്റാൽ ആ മണിയെടുത്ത് 2 അടി അടിക്കും. അപ്പോൾ ഇതൊക്കെ എന്നോട് പറയുന്ന കാര്യം വയസ്സായ തള്ളാരുടെ മാതിരിയാണ് ഞാൻ. അപ്പോൾ വയസ്സായ തള്ളാരും മാത്രം ചെയ്യുന്ന കാര്യമൊന്നുമല്ല അത്. നമുക്ക് മനസമാധാനം എവിടെ കിട്ടുമോ അവിടെ ഒരു മനുഷ്യൻ നിൽക്കും. എനിക്കത് എൻ്റെ പാർട്ട്ണറുടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ദൈവത്തിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കും. അത് അയാളുടെ കുറവാണ് അല്ലേ. ഇപ്പോൾ ആ വ്യക്തി എനിക്കിഷ്ടമില്ലാതിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ 3 മണി വരെയൊക്കെ മൊബൈലിലിരിക്കും. എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും ഇയാൾ സിനിമ കണ്ടിട്ട് തന്നെയാണോ ഇരിക്കണേന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? അന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു എന്നോട് തെറ്റ് ചെയ്യില്ല. പക്ഷെ എൻ്റെ മോൻ ഞാൻ പറഞ്ഞില്ലടാ ചെയ്യില്ല, അമ്മയ്ക്ക് എന്താ ഉറപ്പ്, അമ്മ കണ്ടുണ്ടോ? ഉത്തരല്ലേ എനിക്ക്, ശരിയല്ലേ? കാരണം ഞാൻ ഡിപ്രഷന് മരുന്നെടുക്കുന്ന സമയമാണ്. ഞാൻ 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബോധവും ഉണ്ടാവില്ല. മരുന്ന് കഴിക്കുന്നവർക്കറിയാം, ഉറക്കം സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നവർക്കറിയാം, ഒരു ബോധം ഉണ്ടാവില്ല. ഞാൻ 8 മണി 9 മണിയാകുമ്പോഴേക്കും ഞാൻ സൈഡാവും. ഈ മരുന്ന് ഞാൻ കഴിക്കുന്നതുകൊണ്ട് ആള് പറഞ്ഞ ഈ മരുന്ന് കഴിക്കുമ്പോഴും നിന്നെ ഞാൻ നോക്കി, നിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് നോക്കി. എൻ്റെ മോൻ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം, മരുന്ന് കഴിക്കാൻ ആരാ കാരണക്കാരൻ? ആ വ്യക്തി വരുന്നവരെ എൻ്റെ അമ്മ ഡിപ്രഷന് മരുന്ന് എടുക്കേണ്ട വന്നിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ ആ മരുന്ന് കഴിക്കാൻ ആരോ കാരണക്കാരനായി, അയാൾ അമ്മേനെ നോക്കാൻ ഉത്തരവാദിത്വം ഉള്ള ഒരാളാണ്. പോയിന്റ് മാത്രമേ കുട്ടികൾ പറയുള്ളൂ, മിണ്ടാതെ നിൽക്കേണ്ടി വരും അല്ലേ. ശരണ്യ പറഞ്ഞ മാതിരി ബുദ്ധി വെച്ച് ചിന്തിക്കുന്നോണ്ടാ. ഞാനെന്താ ചിന്തിക്കണേ, ദൈവമേ എനിക്ക് ഇത്ര വയ്യെങ്കിലും ആളെന്നെ നോക്കുന്നുണ്ടല്ലോ, ആൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ സ്നേഹം കൊണ്ട് നല്ല ഇങ്ങനെ പോളിഷ് ചെയ്താ ചിന്തിക്കുന്നത്. നമുക്ക് മൊത്തം ഷുഗർ, അത് നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറയും. നമ്മൾ ഒരു പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം, ഈ നമ്മൾ സ്ഥിരം വാച്ച് കെട്ടുന്ന ഈ കയ്യിൽ നിന്ന് ഇപ്പുറത്തെ കയ്യിലേക്ക് വെച്ചാൽ നമുക്ക് ആ വാച്ചിന് ഭാരം തോന്നും, ഇത് കൈക്ക് ഭാരം തോന്നും. നമ്മുടെ ബ്രെയിൻ പറയും എടാ മാറ്റടാ. അതായത് ബ്രെയിൻ യൂസ്ഡ് ആണ്. ഇപ്പം ഞാൻ ഫേസ്ബുക്കിലൊക്കെ 3 കൊല്ലം മാറി നിന്നിട്ട് പിന്നെയാണ് ഞാൻ ഫോട്ടോസൊക്കെ ഇട്ട് തുടങ്ങിയത്. അത് ഞാൻ എൻ്റെ ബോഡി വെയിറ്റ് ഒക്കെ കുറച്ച്, കാരണം
ഞാൻ അത്രയും ജീവൻ എന്ന് വെച്ച് സ്നേഹിച്ച ഒരാൾ ഇറങ്ങി പോകാൻ നേരം എൻ്റെ അടുത്ത് പറഞ്ഞ, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ, നീ എനിക്ക് അട്രാക്റ്റീവ് അല്ല. അത് എന്നെ ഭയങ്കരമായിട്ട് കൊണ്ട് ചെയ്തു, ഇൻസൾട്ട് ചെയ്ത പോലെ പോയി. കാരണം ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ അട്രാക്റ്റീവ് ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്, 100%. നമ്മൾ ഐശ്വര്യ റായി എന്നല്ല പറയണത്. നമുക്ക് എൻ്റെ കണ്ണാടിയുടെ മുന്നിൽ ഞാൻ സുന്ദരിയായിരുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ കണ്ണാടിയുടെ മുന്നിൽ എനിക്ക് ഏറ്റവും അടിപൊളി ഞാനാണ്. അതാണ് എൻ്റെ കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ അത്രയും സ്നേഹിച്ച ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരം പോലും പറയുന്നത്, നീ എനിക്ക് അട്രാക്റ്റീവ് അല്ല. ഇത് പറഞ്ഞല്ലേ ബ്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞത് എനിക്ക് ഈഗോ ആണ്, ആറ്റിറ്റ്യൂഡാണ്, അഹങ്കാരമാണ്. ഞാൻ പറയട്ടെ, ഒരു മക്കളെ 10-11 കൊല്ലമായിട്ട് ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരു അമ്മ ആറ്റിറ്റ്യൂഡ് ഇല്ലാതിരിക്കും? നമ്മൾ ഉണ്ടായി വരുന്നതാ. കാരണം നമ്മൾ പാവായിരുന്നു കഴിഞ്ഞാൽ 4 പാടുന്ന അടിയാ അല്ലേ. പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ടടുത്ത് പറഞ്ഞു പോകും അല്ലേ. മധുരം വരട്ടി പറയാൻ അറിയില്ല, എനിക്കറിയില്ല എപ്പോഴും. ഈവൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് പോലും ഞാൻ നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളാണ്. എന്നിരുന്നാൽ പോലും എനിക്കിങ്ങനെ ഭയങ്കര, ഇപ്പോൾ ശരണ്യ വന്നിട്ട് തന്നെ എൻ്റെ അടുത്ത് മുടിയുടെ കാര്യം, താരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ആദ്യം വയർ ക്ലീൻ ആക്കും അല്ലേ. എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ ഏറ്റവും സോഫ്റ്റായിട്ട് പറയാം, അത് യൂസ് ചെയ്തോ മാറും അല്ലേ. പക്ഷേ എനിക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അത് ഞാൻ എൻ്റെ സ്നേഹത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ കൂടെ നിന്നിട്ട് ആ വ്യക്തി, ഞാൻ ഈ ബന്ധം പിരിഞ്ഞ സമയത്ത് ഞാൻ ആദ്യം ചെയ്തത് ജിമ്മിൽ പോയി ജോയിൻ ചെയ്യാം. എന്നെ ജിമ്മിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിച്ചത് എൻ്റെ മോനാണ്. അവൻ്റെ കൂടെ ജിമ്മിൽ പോവാം, വർക്കൗട്ട് ചെയ്യും. അമ്മ ഇതൊന്ന് പുറത്ത് വരും വർക്കൗട്ട് ചെയ്യും. പിന്നെ ഞാൻ ചെയ്ത കാര്യം, ഞാനൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് ഇയാൾ ചെയ്ത നല്ല കാര്യങ്ങളും എഴുതി, മോശം കാര്യങ്ങളും എഴുതി. പക്ഷെ ഈ നല്ല കാര്യങ്ങളിൽ അധികമൊന്നുമില്ല, എഴുതാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ മോശം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇയാൾ എന്നെ മദ്യപിച്ചു ഒന്ന് തല്ലി അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരാളല്ലേ, ഇയാൾ വെള്ളം അടിക്കുകയോ ഒന്നുമില്ല. പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഹോപദ്രവം, അത് ഭയങ്കര പ്രശ്നമാണ് അല്ലേ. ഒന്നേന്നേ എതിർക്കപ്പെടേണ്ടതാണ്. അത് ഞാൻ എന്നെ ഫസ്റ്റ് തല്ലിയ ഫോട്ടോ ശരണിക്ക് കാണിച്ചു തന്നപ്പോൾ മനസ്സിലായി ഏത് വിധമാണ് അയാൾ തല്ലുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു ഓർമ്മയ്ക്ക് എടുത്തു വെച്ചതൊന്നല്ല. ഫസ്റ്റ് തല്ലി ഞാൻ അന്ന് എടുത്തു വെച്ചു, ഫോണ് ഡിലീറ്റ് ചെയ്തു, ഫോണിൽ എടുത്തു വെച്ചു, ഫോട്ടോ എടുത്തു വെച്ചു, ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ബന്ധം അവസാനിച്ചപ്പോൾ 4 വേർഡും ഇയാൾ എൻ്റെ മാത്രം കുറ്റങ്ങൾ പറഞ്ഞു കണ്ടപ്പോൾ എൻ്റെ തെളിവായിട്ട് ദൈവം അവസാനിപ്പിച്ചത് അത് ഈ ഒരു ഫോട്ടോ ഫോണിൽ. ഇപ്പം ഈ പറഞ്ഞില്ലേ ഈ 4 പാടും കുറ്റം പറയുക എന്ന്, ഇതൊരു വലിയ നല്ലതല്ല. ഇപ്പം നമ്മൾ പോലും, ഇപ്പം ഞാൻ പലരോടും പറയാറുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്കൊരു കാലത്ത് സന്തോഷം, ഇപ്പം നമ്മൾ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും 4 വർഷം നമ്മുടെ കൂടെ നിന്നെന്നുള്ളൊരു പരിഗണന നമ്മൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും വിട്ടു പറയാതെ. ഞാൻ ബഹുമാനിക്കുക, ഓപ്പോസിറ്റുള്ള ഒരാളെ ബഹുമാനിക്കുക. ആ സമയവും നമ്മൾക്ക് മരിക്കുന്നതിൽ നിന്ന് കരകയറുക, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്തല്ലോ എന്ന്. ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ട ഒരു കാര്യം, ഇതുപോലെ തന്നെ ഈ പറയുന്ന ഇത്തിൽ കണ്ണി എന്നൊരു പ്രയോഗം നടത്തി പല സ്ത്രീകളെയും, ഇതുപോലെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുള്ള സ്ത്രീകളെ പല പുരുഷന്മാരും വന്ന് ജീവിക്കുകയും ഇവരുടെ പണവും ഇൻക്ലൂഡഡ് അവരുടെ പണമെടുത്ത് A to Z, അതായത് അവർക്കൊന്ന് ഒരു അതായത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞൊരു, അവന് ഷഡ്ഡി അടക്കം മേടിച്ചു കൊടുക്കുന്നത് ഇവരാണ്. എന്നുവെച്ചാൽ നമ്മളത് കണക്കല്ല പറയുന്നത്, ഇവർ അത്രത്തോളം നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോവും. അതായത് എന്തോ ഇവരെന്നിട്ട് ഭയങ്കര പ്രശ്നമാകും. അപ്പോൾ ഇങ്ങനെ 1-2 കേസുകൾ എൻ്റെ ഒരു സുഹൃത്തുക്കൾ ഇങ്ങനെ ആത്മഹത്യയുടെ വക്കി നിർത്തപ്പോഴും ഞാൻ ചെന്ന് പറഞ്ഞു, എടി സാരമില്ല, നമുക്കിതെല്ലാം അൾട്ടിമേറ്റ് നമ്മൾ നടക്കുക എന്നുള്ളതാണ്, ജീവിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ ഇറങ്ങി പോവുക, ഈ നാട്ടുകാരെ ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്ത് ബ്ലെയിം ചെയ്തപ്പം മറുപടി കൊടുത്തിട്ടുണ്ടോ ആരോടെങ്കിലും? ഇല്ല. എന്തിന്? ഞാൻ തെളിയിച്ചു കൊടുക്കുക ചെയ്ത്, ഞാനായിരുന്നു ശരി. കാരണം ഞാൻ ഒരു ബന്ധം ഇല്ലാതെ ആവുമ്പോൾ നമ്മൾ അതിൽ വീണുപോയെങ്കിൽ, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് എഴുന്നേക്കാൻ പറ്റാതെ നമ്മളതിൽ വീണുപോയെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടായിട്ടായിരിക്കും. മനസ്സിലായോ? ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നെ ചിന്താഗതി. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാണല്ലോ എന്നുള്ള സങ്കടത്തിൽ ഉരുകി തീരും. അത് ഈ മാനിപ്പുലേഷൻ്റെ ഒരു ഭാഗമാണ്. ഇവർ നമ്മളെ അത് ഇൻജെക്ട് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ദൈവമേ, ആ വ്യക്തിനെ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് ചിന്തിച്ച് നമ്മൾ അതിൽ തന്നെ കിടക്കും. എൻ്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറയില്ല. ഞാനും മനുഷ്യനാണ്, വാക്കുകൾ കൊണ്ടുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ട് സീരിയസ്ലി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകും. അതല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് 100% ഉറപ്പാണ്. പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ഞാൻ ഈ ബന്ധത്തിൽ ചെയ്തിട്ടില്ല. അതെനിക്ക് അത്രയും ഉണ്ട്. കാരണം പിന്നെ ഞാൻ കാരണം ഈ വ്യക്തി വളർന്നിട്ടേ ഉള്ളൂ, എവിടെയും തളർന്നിട്ടില്ല. ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിലും ജോബ് റിസൈൻ ചെയ്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സപ്പോർട്ട് മുതൽ ഇന്ന് ആ വ്യക്തി എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ,
ഞാൻ കൊടുത്ത പിച്ചയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് മാത്രം മതി എനിക്ക്. കാരണം ഞാൻ കാരണം ഒരാൾ നന്നായിട്ടാണ് എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ കാരണം നശിച്ചുകൊണ്ട് ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. ഉണ്ടാക്കിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ ലൈഫിൽ ഇപ്പം എൻ്റെ ലൈഫിൽ ഇനി ഒരാൾ വരുമ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയാം, എന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എൻ്റെ ലൈഫിൽ ഇനി വരാൻ പറ്റില്ല. യൂസ് ചെയ്യാൻ ഞാൻ ഇനി നിന്നു കൊടുക്കില്ല. കാരണം എന്നെ അൾട്ടിമേറ്റ് യൂസ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. എല്ലാം എൻ്റെ പൈസയാണെന്നുണ്ടെങ്കിലും എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ മക്കളുടെ സന്തോഷങ്ങൾ, എല്ലാം മനസ്സമാധാനം എല്ലാം ഇല്ലാണ്ടാക്കി ഇവർക്കിതെല്ലാം ഉണ്ടായിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഇയാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ വീണു പോയില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്യാത്ത ഒരാളാണ്. ചുറ്റും നിന്നിട്ട് എന്നെ 4 പാടത്തും കുറ്റപ്പെടുത്തലാണ് എല്ലാവരും. കാരണം ഇയാൾക്ക് ഞാൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഇമേജ് അത്ര നല്ലതായിരുന്നു. ഒരാൾക്ക് പോലും അറിയില്ല എന്നെ എങ്ങനെ തല്ലിയിരുന്നതോ ഒന്നും. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടായി, ഞാനത് എടുത്തു വെച്ചു. മനസ്സിലായ? ഇയാളുടെ തന്നെ വേണ്ടപ്പെട്ടവരിൽ പലരും എന്നെ ഇങ്ങോട്ട് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, എന്താ മീനു സത്യത്തിൽ കാര്യം? കാരണം പറയുന്നത് പലതും ഞങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. കാരണം മീനു ഇത്ര മോശം സ്ത്രീ ആണെങ്കിൽ ഇയാൾ എന്തിന് 4 കൊല്ലം ഈ ബന്ധത്തിൽ നിന്നു എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവർക്ക്. ഞാനതാ ചോദിച്ചത്. അത്രയും മോശപ്പെട്ട ഒരാളാണെങ്കിൽ ഒരാൾ നിൽക്കില്ല, അപ്പുറത്ത് എന്തിനാ നിന്ന ബന്ധം വേണ്ടാന്ന് വെക്കാലോ. അപ്പോൾ എന്തിനാ ഇയാൾ 4 കൊല്ലം നിന്നു എന്ന് ഇവർക്ക് പോലും ഡൈജസ്റ്റ് ആവുന്നില്ല. അവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ കാര്യം? ഞാൻ ഒന്നും പറയാതെ ഈ ഫോട്ടോ അയച്ചു കൊടുത്തു. ഒരു പെൺകുട്ടിയെ ചോദിച്ചാൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു അടി കിട്ടിയാൽ നിൻ്റെ പാർട്ട്ണറുടെ കൂടെ നീ എത്ര നാൾ നിൽക്കും ചോദിച്ചു. സ്പോട്ടിൽ ഇറങ്ങും ചേച്ചി പറഞ്ഞു. ഞാൻ അവൾ പറഞ്ഞു നിൽക്കില്ല, അതെന്ത് സ്നേഹത്തിൻ്റെ പുറത്താണെങ്കിലും ഞാൻ നിൽക്കുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെയും നിന്നു 3.5 കൊല്ലം. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഈ ബന്ധത്തിൽ ഞാൻ ചെയ്ത തെറ്റ് ഫസ്റ്റത്തെ അടി എന്നെ അടിച്ചപ്പോൾ ഞാൻ ഈ ബന്ധം അവസാനിപ്പിക്കണമായിരുന്നു. എൻ്റെ ഭാഗത്ത് ഞാൻ ഇപ്പോഴത്തെ പെൺകുട്ടികളോട് ഞാൻ അതേ പറയുള്ളൂ. സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് എവിടെയും നിൽക്കരുത്. എവിടെയാണെങ്കിലും അത് നമുക്ക് എന്തവർ കൊണ്ടുതരും എന്ന് പറഞ്ഞാലും നമ്മുടെ ഇഷ്ടങ്ങളിൽ ജീവിക്കാൻ പറ്റണം. അത് നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റണം എന്നല്ല പറയുന്നത് ഞാൻ. ശ്വാസം മുട്ടലില്ലാതെ ജീവിക്കാൻ പറ്റണം. നമ്മൾ കാരണം അപ്പുറത്തെ ഒരാൾ കരയാതെ നമ്മൾ സന്തോഷിക്കുന്ന എന്തും നമുക്ക് ചെയ്യാം, അല്ലേ? എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി കരയരുത്. അതിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ പോലും കരയരുത്. നമ്മൾ കാരണം ഒരാൾ കരയാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കണ്ടേ. അപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കണം എൻ്റെ മക്കൾക്ക് അത് വേദനയാവും, ഞാൻ ചെയ്യില്ല. ഞാനൊരു ഡ്രസ്സ് ഇടുമ്പോൾ വൾഗറാവുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അതിൽ കുറച്ച് നേവലും കാര്യങ്ങളൊക്കെ കാണിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഫോട്ടോസ് ഞാൻ ഡിലീറ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യാറില്ല. അതൊരു തെറ്റായതുകൊണ്ടല്ല, എനിക്ക് മടുത്തു പോയതുകൊണ്ടാണ്. വേണ്ട, എന്തിനാണ്? ഞാനിപ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടുന്ന, ഇപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്, ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഡെയിലി പറ്റാറില്ല, കാരണം മക്കളുടെ കാര്യത്തിന് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരാളാണ്. പക്ഷേ ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും ഞങ്ങളുടെ ടേബിളിൽ 3 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്യും. ഇപ്പം ഞാൻ അടിച്ചു വാരിയിട്ടിട്ട് എൻ്റെ കാര്യം നോക്കിപ്പോയി അവർ തോന്നുമ്പോൾ തുടയ്ക്കും, അങ്ങനെയല്ലാതെ അമ്മ അടിക്കുമ്പോൾ അവർ തുടയ്ക്കും, അമ്മ കുക്ക് ചെയ്യുമ്പോൾ അവർ ക്ലീൻ ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് ആ സമയത്ത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാം. എല്ലാം പറഞ്ഞു വരുമ്പോൾ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ടാവും. അപ്പോൾ അവർക്കറിയാം ഇപ്പം അമ്മയ്ക്ക് എന്താ വേണ്ടത്, അവർക്ക് എന്താ വേണ്ടത്, എനിക്ക് മനസ്സിലാവും. ആ ഒരു ബോണ്ട് അതിലെനിക്ക് ഭയങ്കര പ്രൗഡാണ്. അപ്പം ഞാനിപ്പോൾ അവരോട് പറയാണ്, എനിക്ക് ഒറ്റയ്ക്കായി മടുത്തു, ഒരു കൂട്ട് വേണം എന്ന് ഞാൻ പറഞ്ഞാൽ അവർ പറയും അമ്മയുടെ ഇഷ്ടം. അവർക്കൊരു നിർബന്ധമേ ഉള്ളൂ, അമ്മേനെ തല്ലുന്ന ഒരാളാവരുത്. തീർച്ചയായും. നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന എത്ര പേർക്ക് ദഹിക്കുമെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സഫർ ചെയ്യുക, അതൊന്നുമല്ല, നമ്മളത് ഓവർകം ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ കൂടെ ഇത് വർക്കൗട്ടായില്ല, ഓക്കെ, നമ്മൾക്ക് ലൈഫ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരാൾ വരും. അതുവരെ നമ്മളല്ലേ, അത് നമുക്ക് വരും, നമുക്ക് വന്നു ചേരാനുള്ളതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. ഞാൻ എപ്പോഴും എൻ്റെ റൂമിലുള്ളവരോടൊക്കെ പറയുന്ന ഈ ഒരു പ്രശ്നം വന്നു, ഡോണ്ട് വറി, മൂവ് ഓൺ. നമ്മൾ ഫസ്റ്റ് മൂവ് ഓൺ ചെയ്താലേ നമുക്കുള്ളത് വരത്തുള്ളൂ, അല്ലാണ്ട് അവിടെ കിടന്ന് കരഞ്ഞിട്ടൊന്നും നമ്മളൊരു ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ജീവിക്കരുത്. തീർച്ചയായും. ഏതായാലും കുറച്ച് നേരം സംസാരിച്ചതിൽ എത്രത്തോളം സംസാരിച്ചെന്ന് അറിയത്തില്ല. ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് അറിയുന്നു. ഞാനിപ്പോൾ അടുത്ത ഒരു ഷോപ്പ് തുടങ്ങാൻ പോവാണ്, ഒരു കഫേ. ഓക്കെ, എന്താണെങ്കിലും അതൊക്കെ അടിപൊളി ആവട്ടെ. തുറന്നു പറയുന്നുണ്ടല്ലോ, ഒളിമറയില്ലാതെ, അത് തന്നെയാണ് ലൈഫിലെ വിജയം. ഓക്കെ, താങ്ക് യു.